പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സമ്പൂർണ്ണ കിട മത്സര കമ്പോളം ഹ്രസ്വകാലയളവിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എത്തിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമുക്കൊരു ഡയഗ്രത്തിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എക്സ് ആക്സിൽ ഉൽപ്പന്നം കൊടുത്തിരിക്കുന്നു, ഔട്ട്പുട്ട്. വൈ ആക്സിൽ പ്രൈസ്, കോസ്റ്റ്, അതായത് വില ചെലവ്. ഓക്കെ, ഇവിടെ പി എന്ന് പറഞ്ഞാൽ പ്രൈസാണ്, എം ആർ എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ, എ ആർ എന്ന് പറഞ്ഞാൽ ആവറേജ് റവന്യൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ കർവ് എം ആറും എ ആർ കർവൊക്കെ എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. കാരണം ഓരോ ഉൽപ്പന്നവും വെക്കുന്നത് ഒരേ പ്രൈസിലായിരിക്കും, യൂണിഫോം പ്രൈസിലായിരിക്കും. ഓക്കെ, എസ് എം സി എന്ന് പറയുന്നത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. എസ് എ സി എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. എ വി സി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇവിടെ ഒ പി വിലയിൽ ആക്സിസ് നോക്കുക, ഒ പി പ്രൈസിൽ ഒ മുതൽ പി വരെയുള്ള ഭാഗം നോക്കുക. ആ പ്രൈസിൽ ഒ ക്യു സീറോ എക്സ് ആക്സിസ് നോക്കുക. ഒ ക്യു സീറോ ഉൽപ്പന്നം വിൽക്കുമ്പോൾ കിട്ടിയ റവന്യൂ ആണ്, ടോട്ടൽ റവന്യൂ ആണ് നോക്കുക. ആ ഭാഗമാണ് പറയുന്നത് ഒ പി ഇ ക്യു സീറോ. ഒ പി ഇ ക്യു സീറോ, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗവും ഷെയ്ഡ് ചെയ്യാത്ത ഭാഗവും കൂടി ചേർന്നതാണ് എന്ത്, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്, മൊത്തം വരുമാനം, അതായത് ടി ആർ എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം വരുമാനം കിട്ടി, നമുക്ക് ലാഭമാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ എത്ര കോസ്റ്റായി നമ്മൾ കാണണം. ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കാണണം. ആ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരക്കുന്നത്, എസ് എ സി വരക്കുന്നത്. നമുക്ക് എസ് എ സി കർവ് നോക്കുക. അവിടെ എസ് എ സി കർവ് അതിനകത്ത് എസ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ, അതായത് എക്സ് ആക്സിലേക്ക് ഇ ക്യു സീറോ ലൈൻ വരച്ചിട്ടുണ്ട്. ഇ ക്യു സീറോ ലൈനും എസ് എ സി കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതാണ് എസ്. ആ എസ്സിൽ നിന്ന് വൈ ആക്സിലേക്ക് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ലഭിക്കുന്ന ലൈനാണ് ആർ എസ് എന്ന് പറയുന്ന ലൈന്. നോക്കുക, ആർ എസ്. ഓക്കെ, ഒ ആർ എസ് ക്യു സീറോ ആണ് എന്ത്, ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് എന്ത്, ടോട്ടൽ കോസ്റ്റ്. ഒ ആർ എസ് ക്യു സീറോ. നമുക്ക് ലാഭമാണ് കാണേണ്ടത്, പ്രോഫിറ്റാണ് കാണേണ്ടത്. പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ടി ആർ മൈനസ് ടി സി. ടി ആർ മൈനസ് ടി സി, അതായത് ഒ പി ഇ ക്യു സീറോ മൈനസ് ഒ ആർ എസ് ക്യു സീറോ. അത് കുറച്ചാൽ കിട്ടുന്ന ഭാഗമാണ് എന്ത്, ഇവിടെ കൊടുത്ത ഷെയ്ഡ് ചെയ്ത ഭാഗം, ആർ പി ഇ എസ്. ആർ പി ഇ എസ്, അതാണ് ലാഭം, പ്രോഫിറ്റ്. ഓക്കെ, ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഈ ഡയഗ്രത്തിൽ, ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗ്രം വരച്ച് പഠിക്കണം. ആദ്യം എക്സ് ആക്സും വൈ ആക്സും വരക്കുക, പിന്നെ എം ആർ എ ആർ കർവ് വരക്കുക, പിന്നെ എസ് എം സി കർവ് വരക്കുക, പിന്നെ എ വി സി കർവ് വരക്കുക, അതിനുശേഷമാണ് എസ് എ സി കർവ് വരക്കുക. ഓക്കെ.